എന്താണ് ഇൻഡിഗോ നേരിടുന്ന പ്രതിസന്ധി? വിമാന കമ്പനികൾക്ക് പൊതുവായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഫ്ലൈറ്റ് ഡ്യൂട്ടി നിബന്ധനകളാണ് ഇൻഡിഗോ വിമാന സർവീസുകളെ സാരമായി ബാധിച്ചത്. പൈലറ്റുമാർക്ക് കൂടുതൽ വിശ്രമം ഉറപ്പാക്കുന്ന രീതിയിലായിരുന്നു DGCA ചട്ടം. ചെറിയ വിമാന കമ്പനി ആയതിനാൽ നിലവിലുള്ള പൈലറ്റുമാരെ പരമാവധി ഉപയോഗപ്പെടുത്തി കൊണ്ടായിരുന്നു ഇൻഡിഗോ വിമാന കമ്പനിയുടെ പ്രവർത്തനം. സർവീസുകൾ റദ്ദാക്കിയതോടെ ഇൻഡിഗോയുടെ ഈ പ്രതിസന്ധിയിൽ പെട്ടുപോയത് യാത്രക്കാരാണ്. ജീവനക്കാരും യാത്രക്കാരും തമ്മിൽ സംഘർഷങ്ങളുണ്ടായി. പല വിമാനത്താവളങ്ങളും യാത്രക്കാരുടെ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചു. വിമാനം റദ്ദാക്കിയതിൽ രോക്ഷാകുലയായ വിദേശ വനിത എയർലൈൻസിന്റെ കൗണ്ടറിന് മുകളിൽ കയറി പ്രതിഷേധിച്ച ദൃശ്യങ്ങൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതാണ്. അവധി കഴിഞ്ഞ് അടിയന്തരമായി ജോലിക്ക് കയറേണ്ടവരും പുതിയ ജോലിയിൽ പ്രവേശിക്കേണ്ടവരും ഒക്കെ പ്രതിസന്ധിയിലായി. വിവാഹ സൽക്കാരത്തിനായി യാത്ര തിരിച്ച നവദമ്പതിമാരടക്കം കുടുങ്ങി. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന ചൊല്ലുപോലെ പല വിമാന കമ്പനികളും ഈ അവസരം മുതലാക്കി വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തി. എയർ ഇന്ത്യ ടിക്കറ്റ് നിരക്ക് 60,000 വരെയാക്കി. എയർ ഇന്ത്യ എക്സ്പ്രസ് ആകട്ടെ ടിക്കറ്റ് 500,000-ന് മുകളിലായി. യാത്രക്കാർ ആകെ വലഞ്ഞു. ഒടുവിൽ മറ്റ് കമ്പനികളുടെ മുതലെടുപ്പ് തിരിച്ചറിഞ്ഞ കേന്ദ്രം ഇതിൽ ഇടപെട്ടു. വിമാന ടിക്കറ്റ് നിരക്കിന് കേന്ദ്ര സർക്കാർ പരിധി നിശ്ചയിച്ചു. ആഭ്യന്തര സർവീസിൽ ഇന്ത്യയിലെ കുത്തക ഇൻഡിഗോയ്ക്കാണ്. സ്വാഭാവികമായും ആ കുത്തകവൽക്കരണത്തിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. സമഗ്രമായ മാറ്റങ്ങൾ കൃത്യതയോടെ സമയമെടുത്ത് വ്യോമയാന മേഖലയിൽ നടപ്പിലാക്കുക എന്നതാണ് പ്രധാനം. അത് തന്നെയാണ് ഈ അടിയന്തര സാഹചര്യം നൽകുന്ന പാഠം.